സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് അവതരണത്തിൽ പ്രതീക്ഷയർപ്പിച്ചു നിന്ന സർക്കാർ ജീവനക്കാർക്കും പെൻഷനുകാർക്കും ആശ്വസിക്കാൻ വകയുണ്ട്. DA കുടിശ്ശിക തീർത്ത് നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം നടക്കുമോ ഇല്ലയോ എന്ന് മാത്രമാണ് ഇനി ആളുകൾ ഉറ്റുനോക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രി KN ബാലഗോപാൽ. കമ്മീഷൻ 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജീവനക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള സുപ്രധാന നീക്കമാണിതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. DA കുടിശ്ശിക 3 മാസത്തിനകം തന്നെ സമയബന്ധിതമായി തീർത്തു കൊടുക്കണമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. സർക്കാർ പൊതുമേഖലാ ജീവനക്കാരുടെ കുടിശ്ശികയുള്ള മുഴുവൻ DAയും നൽകാൻ തീരുമാനിച്ചതായും മന്ത്രി അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം തന്നെ വിതരണം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുടിശ്ശിക മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. DA, DR കുടിശ്ശികകൾ ഘട്ടം ഘട്ടമായി പൂർണ്ണമായും കൊടുത്തു തീർക്കുമെന്നും മന്ത്രിയുടെ ഉറപ്പുണ്ട്. ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ തന്നെ കുടിശ്ശികകൾ തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള തുക വകയിരുത്തിയിട്ടുമുണ്ട്. കൂടാതെ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് പുനഃസ്ഥാപിക്കുമെന്നും ധനമന്ത്രി തന്റെ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. കൃത്യമായി ആസൂത്രണത്തോടെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി തന്നെ ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. വാഗ്ദാനങ്ങൾ ആശ്വാസകരമാണെങ്കിലും ഇതെല്ലാം ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് ജീവനക്കാർ ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.